അങ്ങനെ എന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹം ഇന്നത്തോടുകൂടി സബലീകരിക്കാൻ പോവാണ് അല്ലെ നാസിക്ക? നമ്മുടെ കോളിസ് കണ്ടോ നിങ്ങള്? മൊത്തം ഫ്രണ്ടൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയിൽ സെൻട്രൽ എ സി ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് സെൻട്രൽ എ സി നമ്മുടെ വണ്ടിക്ക് ചെയ്യാൻ പോവാണ്. സാധാരണ കോളിസിന് വരുന്നതാണ് സെൻട്രൽ എ സി, പക്ഷെ നമ്മുടെ വണ്ടിയിൽ സെൻട്രൽ എ സി ഇല്ലായിരുന്നു. ആ വണ്ടി വാങ്ങിയാണ് സെൻട്രൽ എ സി അതിൽ വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ സെൻട്രൽ എ സി ഇല്ല. അതെ, ഈ ഇരിക്കുന്നതാണ് നമ്മുടെ സെൻട്രൽ എ സി. നോക്കിക്കേ എന്ത് വലിപ്പം നോക്കിയാൽ, 2 പെട്ടി. അപ്പൊ നമ്മുടെ ആദ്യത്തെ പെട്ടി നമ്മൾ പൊട്ടിക്കുവാണേ. ഇന്ന് ചില്ലാക്കിയ നവാസിക്ക് തന്നെ വിടത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ സെൻട്രൽ എ സി. മൊത്തത്തിൽ നോക്കണം അല്ലേ? യെസ്, ഇത് കണ്ട, ഇതാണ് നമ്മുടെ ഐറ്റം, നമ്മുടെ സെൻട്രൽ എ സി. നോക്കിയേ, എന്റെ പൊന്നളിയ പൊളി സാധനം. ഇതിന്റെ തന്നെ കൂളിംഗ് കോയിൽ വരുന്നുണ്ടല്ലേ? അകത്തിരിക്കുന്നതാണ് നമ്മുടെ കൂളിംഗ് കോയിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ബ്ലോവർ വെന്റ് അല്ലേ? ബ്ലോവർ വെന്റാണ് വരുന്നത്. ഇതിന്റെ തന്നെ ബ്ലോവർ ഫാനും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത പെട്ടി നമ്മൾ പൊട്ടിക്കുവാണ്. ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ്സ് ആണ് അല്ലേ നോക്കിയാ? ഞാനപ്പോ ഈ ഒരു സെൻട്രൽ എ സി വാങ്ങിയത് നമ്മുടെ എറണാകുളത്തെ ഷോപ്പിൽ നിന്നാണ്. ഇക്ക നമ്മുടെ ഷോപ്പിന്റെ പേരെന്ന് പറഞ്ഞു കൊടുത്തേ. ഗോൾഡൻ മോട്ടേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ എറണാകുളത്തുള്ള എ സിയുടെ ആക്സസറീസ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇന്ന് കേരളത്തിൽ കിട്ടാനുള്ള എല്ലാ വണ്ടികളുടെയും എല്ലാ എ സി ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു സെൻട്രൽ എ സി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, സെൻട്രൽ എ സിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അല്ലേക്കാ? 2 പീസ് നമ്മുടെ 2 സൈഡിലായിട്ട് വരുന്ന 2 പീസാണ്. ഇതാണ് 2 എണ്ണമാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പൊ ഈ കളർ അല്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കളർ മാറ്റും. എന്തായാലും ഇത് ജസ്റ്റ് ഈ കമ്പനി ഇപ്പൊ ഇങ്ങനെ വരുന്ന ഫിറ്റിംഗ്സ്, പൈപ്പ്, അതിന്റെ ഓവർഫ്ലോ ട്യൂബ്, സൈഡ് കവർ, പിന്നെ ഫിറ്റിംഗ്സ് എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ സൈഡ് കവർ കണ്ടോ, ഈ കവറാണ് റൂഫിൽ വരുന്നത്, സൈഡിൽ വരുന്ന കവറാണ് കേട്ടോ. അപ്പൊ സെൻട്രൽ എ സി വെക്കാൻ മിക്കവരും അടിക്കുന്ന കാര്യമാണ്, ഈ സാധനം ഒന്നും കിട്ടത്തില്ലെന്ന് ഓർക്കും അല്ലെ? എല്ലാവരും വിചാരിക്കും ഒറ്റ ബോക്സ് മാത്രമേ കാണത്തുള്ളൂ, പക്ഷെ എല്ലാ ഐറ്റംസും ഫുൾ സെറ്റാ വരുന്നത്. 12 മണിക്കാണ് നമ്മൾ പണി തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം 4:15 നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങളെ കാണിച്ചു തരാം. എന്റെ കയ്യിൽ നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു മുതല് കാരണമാണ് ഞങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ കണ്ടൻസറിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാണ് അവസ്ഥ എങ്ങനെ ചെയ്യുന്നത്? ഇത് കണ്ടൻസേഷൻ പറഞ്ഞു, നമ്മൾ റിയർ കൂടെ കൊടുക്കുമ്പോൾ നല്ല കണ്ടൻസേഷൻ പറഞ്ഞു, അതിന് വേണ്ടിയാണ് നമ്മൾ അഡീഷണൽ ഫാൻ, കൂളിംഗ് എക്സ്ട്രാ കിട്ടാനായിട്ട് ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഫാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ സെൻട്രൽ എ സി നമ്മൾ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു വെൽഡ് ചെയ്ത് വെക്കണം, പിന്നെന്താ ബോൾട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ. അപ്പൊ നമ്മൾ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ സെൽഫ് അടിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സെൽഫ് അടിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ വണ്ടിക്ക് സെൻട്രിൽ കൂടെ ഒരു സംഭവം പോകുന്നുണ്ട് അല്ലെ? പാനൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ സെൽഫ് അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കി മേളിൽ റൂഫേ കയറി വന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ലതുണ്ട്, അനക്കൊന്നുമില്ല, സെറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനിയുള്ളതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഐറ്റം. ഇത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ എ സി ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂളിംഗ് കോയിലിൽ നിന്ന് കംപ്രസറോട് ഡയറക്റ്റ് കണക്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ടീ കണക്ഷൻ ഇട്ടിട്ട് ഈ ഒരു കൂളിംഗ് കോയിലിൻ്റെ അവിടെ നിന്ന് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ടീ കണക്ഷൻ കിടക്കുന്നുണ്ടോ? ഇത് സെറ്റാണ്. ഈ പൈപ്പിലെ ടീ കണക്ഷനാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് വന്ന ഈ ഒരു സെൻട്രൽ എ സിയുടെ ഈ ഒരു സെറ്റിൽ ഇത് മാറിപ്പോയി. ഈ ഒരു പൈപ്പ് മാറിപ്പോയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൈപ്പ് കറക്റ്റായിട്ട് സെറ്റാക്കി എടുത്താൽ മാത്രമേ കണക്ഷൻ പ്രോപ്പറായിട്ട് പുറത്തോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നാസിക്ക എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇതിന്റെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സാധനം നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് കറക്റ്റ് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിപ്പിക്കണം. ഇന്ന് തന്നെ കൊല്ലത്ത് വിളിച്ച്, എറണാകുളത്ത് വിളിച്ച്, അങ്കമാലി വിളിച്ച്, ചാലക്കുടി വിളിച്ച്, എല്ലായിടത്തും വിളിച്ച് ചോദിച്ചു എവിടെ സ്ഥലത്തില്ല. കൊല്ലത്തിരിപ്പുണ്ട്, പക്ഷെ അവർക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ കയ്യിൽ അതിന് കറക്റ്റ് സാധനത്തിന് ഫോട്ടോ ഇല്ല. ഫോട്ടോ ഇല്ലാത്തടത്തോളം നമുക്കത് കൊടുക്കാനും പറ്റില്ല. അവിടെ പോയി നമ്മൾ കറക്റ്റ് ചെയ്ത് മേടിക്കേണ്ടി വരും. അവിടെ പോയി നമുക്ക് നോക്കി മേടിക്കേണ്ടി വരും. തൊട്ടടുത്ത ദിവസമാണ് ഇപ്പഴേ നമ്മൾ അടുത്ത പാർട്ട് എടുക്കുന്നത് കേട്ടോ. നാസിക്ക നമ്മളെ സെറ്റ് ആക്കിയല്ലേ? എല്ലാം സെറ്റാണ്. ഫിറ്റിംഗ്സ് മാത്രമേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരം, അതായത് നമ്മൾ ഇന്നലെ വീഡിയോ നിർത്തിയ സമയത്ത് തന്നെ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടിയായിരുന്നു. നമ്മുടെ കൂട്ടുകാരൻ ചിങ്കി എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തു. രാത്രി തന്നെ എ സി കയറ്റി നമ്മൾ പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യിച്ചിട്ടാണ് ഇന്നലെ രാത്രി പോയത്. നവാസിക്കൊരു വാക്ക് പറഞ്ഞായിരുന്നു, ഇന്നലെ തന്നെ അത് ചെയ്തിരിക്കും അല്ലേ? അതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ വണ്ടി ഇത് കണ്ടോ, നമ്മുടെ സെൻട്രൽ എ സി ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റ് ആക്കിയത് സൈഡിൽ ആ ഒരു പില്ലർ കവറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പില്ലർ കവറൊക്കെ, ഈ കവറൊക്കെ മാറ്റും കേട്ടോ. ഇവിടെ ഒരു കവർ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇട്ടില്ലേ. അപ്പോൾ ഈ കവർ കിടപ്പുണ്ട് ഇവിടെ ഉണ്ട്. ഇതിന്റെ കളർ നമ്മൾ മാറ്റും കേട്ടോ, നമ്മൾ ബ്ലാക്ക് ആക്കും. അതേപോലെ നമ്മുടെ സെൻട്രൽ എ സിയുടെ കളർ നമ്മൾ ബ്ലാക്ക് ആക്കും. ഇപ്പോൾ ഒരുമാതിരി ചാണകപ്പച്ച, എന്താ പറയുക, ഒരു സിമെന്റ് കളർ അല്ലേ?
രസമില്ല കാണാൻ. അപ്പോൾ ഈ കാണുന്ന സെൻട്രൽ എസിയുടെ യൂണിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മളിത് വെൽഡിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മളിവിടെ സെൽഫ് അടിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഒരു 3-4 സെൽഫ് കനത്തി അടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് കേട്ടോ, അനക്കമില്ല അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് കണ്ടൻസറിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എക്സ്ട്രാ ഈ കാണുന്ന ഒരു ഫാൻ ആണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ആവശ്യം നമ്മൾ അത് കണ്ടൻസേഷൻ കൂടാൻ വേണ്ടി, നമുക്ക് റിയറും കൂടെ വെക്കുമ്പോൾ കുറച്ചും കൂടെ കണ്ടൻസേഷൻ കിട്ടാൻ വേണ്ടി ഫാൻ എടുക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞുതരാം. കോളിസിൽ നിങ്ങൾ സെൻട്രേസി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സെൻട്രേസി കോളിസിന്റെ ആയിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട് അല്ലേ. ആ ഒരു സെൻട്രേസി ഇറങ്ങുന്നുണ്ട്. അത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നവാസിക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ നവാസിക്ക് കൃത്യമായിട്ട് അത് സെറ്റാക്കി തരും. കാരണം വെച്ചാൽ പുള്ളിക്ക് അറിയാം ഇപ്പം നമ്മുടെ വണ്ടി പിന്നെ മുന്നേ നമ്മുടെ വീഡിയോ കൊണ്ട് ഒരുപാട് കോളിസിയുടെ വർക്ക് ഉണ്ട്. അപ്പോൾ ആ വണ്ടിയിലൊക്കെ ചെയ്ത് പുള്ളിക്ക് പരിചയമുണ്ട്. നവാസിക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി മറ്റുള്ളിടത്തേക്കാളും വളരെ കുറവാണ് ബാറ്റ അല്ലേ. അത് നവാസിക്കടുത്ത് ഞാൻ വന്ന് മറ്റുള്ളിടത്തെ റേറ്റ് എനിക്കറിയാം. ഞാൻ വന്ന് നവാസിക്കടുത്ത് നവാസിക്ക റേറ്റ് പറയുമ്പോഴത്തേക്കാണ് എൻ്റെ കണ്ണുകളിൽ പോകണം. അത്രയും റേറ്റ് കുറവിലാണ് പുള്ളി ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നൈസ് വർക്കാണ്. കഴിഞ്ഞ ദിവസത്തെ കാര്യം പറയാം. നവാസിക്ക ഇവിടെ ടാറ്റയും കൊണ്ടൊരു വണ്ടി വന്നു. കഴിഞ്ഞ ദിവസം നവാസിക്കയുടെ വർക്ക്ഷോപ്പിൽ ടാറ്റയുടെ ഒരു നെക്സോൺ വന്ന് ഷോറൂമിൽ നിന്ന് 1.5 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയാണ് അതിന്റെ AC ഫുള്ള് മാറണം. ഫുൾ യൂണിറ്റ് മാറണമെന്ന് 1.5 ലക്ഷം രൂപ നവാസിക്കയുടെ താഴെ തന്നെ കസ്റ്റമർ അത് പറഞ്ഞ്. നവാസിക്ക് എത്ര രൂപ ചെയ്ത് കൊടുത്ത? ഞാൻ 6,500. വെറും 6,500 രൂപയ്ക്ക് അത് ചെയ്തു കൊടുത്തു. ഒന്ന് ഓർത്ത് നോക്കിയാൽ. നവാസിക്ക് ആദ്യം മൈൻഡിലുണ്ട് 1.5 ലക്ഷം രൂപ എന്നുള്ളത്. നവാസിക്ക് വേണമെങ്കിൽ എത്ര ഒരു 50,000 രൂപയിലും പറയാം. കസ്റ്റമർ തരും, 100% കസ്റ്റമർ തരും. കാരണം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സെൻട്രേസിയുടെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സീറ്റ് എല്ലാം പിടിപ്പിച്ചതിന് ശേഷം നമ്മളിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അകത്തിരിക്കുകയാണ് കേട്ടോ. പണ്ടത്തെക്കാളും വമ്പൻ വ്യത്യാസം എന്ന് വെച്ചാല് പണ്ട് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ AC ഓണാക്കി കഴിഞ്ഞ് ബാക്കിൽ ഇരുന്ന് അച്ഛനും അമ്മ പേപ്പറിന് വീശുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 5 മിനിറ്റേ കാണും അല്ലേ. 5 മിനിറ്റിനുള്ളിൽ വണ്ടി ഫുള്ള് തണുത്ത് ഫ്രണ്ടിലേ കിട്ടുന്ന തണുപ്പ്. നേരത്തെക്കാളും വ്യത്യാസം ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത്. അടിപൊളി. നവാസിക്ക കൂടുകയും കലക്കി. സംഭവം എന്ന് വെച്ചാലേ നമ്മളിത് പിടിപ്പിക്കാൻ നേരം നമുക്ക് കുറച്ച് പാടൊക്കെ പെട്ട്. കാരണം ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ എന്തെങ്കിലും പൈപ്പ് വ്യത്യാസം വന്ന പാടാണ്. അപ്പോൾ പക്ഷെ നവാസിക്ക് അതെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, പേടിക്കണ്ട. അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ആത്മവിശ്വാസം നമുക്ക് തന്ന് അപ്പോൾ സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഇതേപോലെ സെൻട്രൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടി കൂടാതെ നേരെ വണ്ടിയായിട്ട് ഇങ്ങോട്ട് പോകുന്ന മതി. നവാസിക്കയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് തരും. കാരണം നവാസിക്ക പാർട്സ് എടുക്കുന്നത് ഇന്ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തോട്ടും പാർട്സ് അയക്കുന്ന ഷോപ്പിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, സാധനം കിട്ടും. ഏത് ഐറ്റവും നവാസിക്കയെ വിളിച്ചാൽ മതി, സെറ്റാക്കി തരുന്നതായിരിക്കും. കൂടാതെ തന്നെ നവാസിക്കയുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴയാണ് കേട്ടോ. അതായത് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉണ്ട്, വണ്ടാനം ഹോസ്പിറ്റൽ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒന്നും ചിന്തിക്കുകയല്ല, നേരെ ഓപ്പോസിറ്റ്. അവിടെ വന്നിട്ട് സ്മാർട്ടാക്കി ചോദിച്ചാൽ മതി, കൃത്യമായിട്ട് പറഞ്ഞുതരും. അതേപോലെ ഗൂഗിളിൽ ജസ്റ്റ് സ്മാർട്ടാക്കി എന്ന് അടിച്ചു കൊടുത്താൽ മതി. കാരണം ആലപ്പുഴയിലെ ഫസ്റ്റ് റേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന AC ഷോപ്പ് നവാസിക്കടയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരാൻ സാധിക്കും. നിങ്ങളുടെ വണ്ടിക്ക് ഒരു നല്ല സെൻട്രൽ AC അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലെ AC കംപ്ലൈന്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ വർക്ക് വരെ ഉണ്ടെങ്കിൽ നവാസിക്കയെ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. നവാസിക്കയിലെ പക്കയായിട്ട് ഫിനിഷ് ചെയ്ത് തരും. നവാസിക്ക കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന നോക്കും. AC സംബന്ധമായ എന്ത് കേസ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സംഭവം കലക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്റെ സെന്നും നമ്മുടെ കോളീസും 800ഉം എല്ലാം ഇവിടെയാണ് പണിയുന്നത്. അതുകൊണ്ടാണ് അത്ര വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ സൈനിക്കണം.